ദൈവത്തോടെ നമ്മൾ ഒരു കാര്യം ചെയ്യണം, ഒരിക്കലും പിറുവിറുക്കരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത കൊണ്ടുവരുത്തുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ശുദ്ധി അറിയുന്നത് ചിലപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദൈവവൈതലാണോ നമ്മുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ വരും. പക്ഷേ ദൈവത്തിന് അതിൻ്റെ ഭാഗത്ത് ഒരു നീക്കുപോക്കും കർത്താവ് അതിന് മേൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് തന്നെയാണ് ഞാനും ചിന്തിക്കുവാൻ ഇടയാക്കുന്ന. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാകുന്ന ആ ആശയത്തിലേക്ക് വീണ്ടും ഒന്ന് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. 24-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? രണ്ട് സുപ്രധാനമാകുന്ന ചോദ്യമായിരുന്നു സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ചോദിച്ചത്. അതിൻ്റെ ആൻസർ തന്നെ അല്ലെങ്കിൽ ഇന്ന് ദൈവദാസം വായിക്കുവാനിടയായി തീർന്നു. 4-ാമത്തെ വാക്യം മുതൽ ദൈവസന്നിധിയിൽ ആർക്ക് വസിക്കുവാൻ കഴിയും, ആർക്ക് കയറുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത്. വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സു വയ്ക്കാത്തവൻ, കള്ളസത്യം ചെയ്യാതിരിക്കുന്നവൻ, യഹോവയോട് അനുഗ്രഹവും എൻ്റെ രക്ഷയുടെ ദൈവത്തിൻ്റെ നീതിയും പ്രാപിക്കും. അപ്പോൾ ഹല്ലേലൂയ നോക്കണമേ, വെടിപ്പുള്ള കൈയുള്ള ഒരു മനുഷ്യൻ. ദാവീദ് ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? അവൻ്റെ കൈകൾക്ക് വെടിപ്പുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിക്കാം. 2 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 2 ശമൂവേൽ 22-ന്റെ 21 മുതൽ. ആമേൻ. എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം നൽകി. വായിച്ചോ. ആ ആ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ നിർമ്മലതയ്ക്ക് തക്കവണ്ണവും എനിക്ക് പകരം നൽകി. അപ്പോൾ ദാവീദ് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കൈകൾ നിർമ്മലമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന 2 കാര്യമാണ്. ദൈവസന്നിധിയിൽ അവനൊരു നീതി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവനൊരു നിർമ്മലതയുണ്ടായിരുന്നു. ഇല്ലേ? ഇന്ന് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ പാർലമെൻറ്റിലും അല്ലെങ്കിൽ നമ്മുടെ അസംബ്ലിയിലും ഒക്കെ ചെന്ന് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുവാ? 2 കൈയും പൊക്കിയിട്ട് എൻ്റെ കയ്യിൽ ശുദ്ധമാണ്, എൻ്റെ കൈ ശുദ്ധമാണ്. പക്ഷേ 2-ാമത്തെ വാക്ക് പറയാൻ പറ്റത്തില്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹൃദയം നിർമ്മലമാണെന്ന് പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് പറയുവാൻ കഴിയുന്നവൻ ഒരു ഭക്തന് മാത്രമേ പറയുവാൻ പറ്റൂ. എൻ്റെ കൈകളും എൻ്റെ ഹൃദയവും കർത്താവിൻ്റെ സന്നിധിയിൽ നിർമ്മലവും നീതിയുമുള്ളതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഹല്ലേലൂയ. 2 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാവി മഹാത്മ്യത്തിൻ്റെ 2 ചോദ്യങ്ങൾ ചോദിച്ചു. പർവ്വതത്തിൽ ആര് കയറുവാൻ കഴിയും? പർവ്വതത്തിൽ ആർക്ക് വസിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ടു ഹല്ലേലൂയ. കേട്ടത് എന്താണ്? രാജാവായി വാഴുന്ന ഒരു ഇടമാണ് യഹോവയാകുന്ന ദൈവം രാജാവായി വാഴുന്ന ഒരു ഇടമാണ് പർവ്വതം എന്ന് പറയുന്നത്. യഹോവയാകുന്ന ദൈവത്തിൻ്റെ ആലയം വസിക്കുന്ന ഇടമാണ് പർവ്വതം എന്ന് പറയുന്നത്. ആ പർവ്വതത്തിലേക്ക് കയറുവാൻ ഇടയാകണമെങ്കിൽ, അല്ലെങ്കിൽ ആ പർവ്വതത്തിൽ കയറി വസിക്കുവാൻ ഇടയാകണമെങ്കിൽ ആ വ്യക്തികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തികളുടെ പ്രത്യേകതയാണ് 4 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞത്. നിർമ്മല മനസാക്ഷിയും കൈകൾക്ക് വെടിപ്പുമുള്ളവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വ്യാജത്തിന് മനസ്സു വയ്ക്കാത്തവൻ. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ എവിടെ താമസിക്കാൻ പറ്റൂ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടൊപ്പം വസിക്കുവാൻ പറ്റുകയുള്ളൂ, ദൈവത്തോടൊപ്പം താമസിക്കുവാൻ പറ്റുകയുള്ളൂ, കൂടാരത്തിൽ വസിക്കുവാൻ ഇടയാകുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സദൃശ്യവാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു എന്തുവാ? എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവനെ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ഫേവർ, ഒരു കടാക്ഷം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ നിർമ്മല മനസാക്ഷിയോടുകൂടി നീതിയോടുകൂടി വസിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തോടൊപ്പം വസിക്കുവാനും ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുവാനും ഇടയാകുന്നു. അവൻ ആരെ കണ്ടെത്തുന്നു എന്ന് പറയുന്നു? അവൻ ജീവനെ കണ്ടെത്തിയിരിക്കുന്നു. മരണത്തിൽ നിന്നുമുള്ള ഒരു വിടുതലാണ് ജീവൻ എന്ന് പറയുന്നത്.
ആ ജീവനെ കണ്ടെത്തിയവൻ എന്ത് കിട്ടുന്നു? ദൈവത്തിൽ നിന്നും കടാക്ഷങ്ങൾ, ഫേവറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച വിഷയമാണ് ചില കടാക്ഷങ്ങൾ, ചില ഫേവറുകൾ. പ്രൈസ് ഹല്ലേലൂയ. ചില അനുകൂല്യമാകുന്ന ആനുകൂല്യമൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ കഴിയണം. പ്രൈസ്. ദൈവത്തിൻ്റെ ഹൃദയപൂർവ്വമാകുന്ന ഒരു താല്പര്യം ആർക്ക് ലഭിക്കുന്നു? ജീവനെ കണ്ടെത്തിയവന്. പ്രൈസ് ഹല്ലേലൂയ. ഈ ജീവനെ കണ്ടെത്തിയവന് പ്രൈസ് ഹല്ലേലൂയ ദൈവത്തിൽ നിന്നുമുള്ള ഹല്ലേലൂയ ആനുകൂല്യങ്ങളും ഹല്ലേലൂയ സമാധാനത്തിൻ്റെ നിയമവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് പ്രൈസ് ഹല്ലേലൂയ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അതിലാദ്യമേ നമ്മൾ കണ്ട വ്യക്തിയായിരുന്നു ഇയ്യോബ്. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആനുകൂല്യം പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ജീവിതത്തിൽ കഷ്ടതയുടെ നാളുകളിലൂടെ കടന്നു പോയപ്പോൾ, അവനെ സഹായിപ്പാൻ ആരുമില്ലാതിരുന്നപ്പോൾ, യഹോവയാകുന്ന ദൈവം അവന് വേണ്ടി കടാക്ഷമായിട്ട്, അല്ലെങ്കിൽ 1000-ൽ ഒരുവനായി ഒരു മധ്യസ്ഥൻ അവന് വേണ്ടി ഇറങ്ങി വന്നു. പ്രൈസ് ഇല്ലേ? ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കും ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ഇയ്യോബിനെ പോലെ നമ്മൾ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മളെ ഹല്ലേലൂയ വഷളരും നിന്ദിതരുമാക്കി തീർക്കുവാൻ ഇടയാക്കി വരുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മളെ പീഡിപ്പിക്കുന്ന ജനസമൂഹങ്ങളുണ്ട്. അതിന് നടുവിൽ ഇയ്യോബിനെ പോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടുകൂടി നിന്നാൽ, നിർമ്മലതയോടുകൂടി നിന്നാൽ, നിഷ്കളങ്കതയോടുകൂടി നിന്നാൽ നമ്മൾക്ക് വേണ്ടി ഒരുവൻ വരും. അത് 1000-ൽ ഒരുവനായി ഒരു മധ്യസ്ഥന. അതാണ് ഹല്ലേലൂയ ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 23, 26, 23 വാക്യങ്ങൾ. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യമാണ് മനുഷ്യന്റെ ധർമ്മം. അതൊന്ന് വായിക്കാം. 33 മുതൽ. ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായം. ആമേ. മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്തുവാ? നീതിയും ദയയും കാണിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ഹല്ലേലൂയ. ഈ ധർമ്മത്തിൽ നമ്മൾ വസിക്കുമ്പോൾ, വായിച്ചാട്ടെ. ആ ആമേൻ. 26-ാമത്തെ വാക്യം. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആരാണ്? പ്രൈസ് ഹല്ലേലൂയ. ദൈവവുമായിട്ട് അഭേദ്യമാകുന്ന ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തി, ദൈവത്തെ കണ്ടെത്തിയ വ്യക്തി, ദൈവത്തിൽ നിന്നും ഫേവർ ലഭിക്കുന്ന വ്യക്തി, ദൈവത്തിൽ നിന്നും കടാക്ഷം പ്രാപിക്കുന്ന വ്യക്തി, ഈ വെളിച്ചത്തിൽ വസിക്കുന്ന വ്യക്തി. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ കഴിയുന്നവൻ. പർവ്വതത്തിൽ ആര് വസിക്കും? പർവ്വതത്തിൽ കൂടാരത്തിൽ ആര് വസിക്കും? പാർക്കുവാൻ ഇടയാകും എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്ന വ്യക്തികൾ. പ്രൈസ് ഹല്ലേലൂയ. അവൻ ദൈവത്തിൽ നിന്ന് കടാക്ഷം പ്രാപിച്ചവനാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ആര് കേൾക്കും? യഹോവയാകുന്ന ദൈവം കേൾക്കുവാൻ ഇടയാകും. അത് കഴിഞ്ഞിട്ട് പറയുന്നു, അവൻ അവങ്കൽ പ്രസാദിക്കും. ആമേൻ. മനുഷ്യൻ അവൻ്റെ നീതിയെ പകരം കൊടുക്കും. പ്രൈസ് ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാനിടയായത്. നമ്മൾ ഇയ്യോബിനെ പോലെ പ്രൈസ് കഷ്ടതയിൽ അകപ്പെടുമ്പോൾ, നമ്മൾ ഏകനായി തീരുമ്പോൾ, നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സ്നേഹിതന്മാരും ഒക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഒരു മധ്യസ്ഥൻ നമുക്കുണ്ട് എന്ന ഒരു വാക്ക്. പ്രൈസ് എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി കടാക്ഷം ചെയ്യുവാൻ, നഷ്ടപ്പെട്ടത് മുഴുവനും തിരിച്ചു തരുവാൻ. പ്രൈസ് എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അത് മുഴുവനുമായിട്ട്, അല്ലെങ്കിൽ അതുപോലെയല്ല അതിൻ്റെ ഇരട്ടി നൽകുവാൻ. പ്രൈസ് ഹല്ലേലൂയ. എൻ്റെ പ്രിയനോ അവൻ എന്ത് ചെയ്യും? ഉറക്കത്തിൽ കൊടുക്കുമെന്ന സ്വപ്നം കാണുന്നത് പോലെ ജീവിതത്തിന് മേൽ നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ യഹോവയാകുന്ന ദൈവം ഇടയാക്കുന്ന ഒരു സാഹചര്യം ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. പ്രൈസ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഷ്ടത അല്ലെങ്കിൽ അല്പം നമുക്ക് പ്രയാസമായി തോന്നും. പിന്നത്തേതിൽ അതിൽ അഭ്യാസം വരുമ്പോൾ പ്രൈസ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റും? ആ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യമാണെന്ന് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാ? നമ്മെ ഒന്നും കൂടി ദൈവസന്നിധിയിൽ ഉറപ്പിച്ച് നിർത്തുവാനാണ്. നമ്മളെ ഒത്തിരി ചിന്താകുലങ്ങൾ നമ്മുടെ ജീവിതത്തിന് മേൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പൊതുവെ നമ്മൾ സംഭവിക്കുന്നത് എന്തുവാ? നമുക്ക് ഒരുപാട് ചിന്തകൾ വരും. നമ്മൾ ഹല്ലേലൂയ നടക്കുന്നത് പോലും ചിലപ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹല്ലേലൂയ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നഴ്സിംഗ് ഹോമിലോട്ട് പോയപ്പം ഒരു പെങ്കൊച്ച് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോന്നു. എനിക്ക് മനസ്സിലായി അത് ചിന്തയിലെ, ഈ നടക്കുന്ന ചിന്തയിലല്ല അത് പോകുന്നത്. ഞാൻ പതുക്കെ അവിടെ നിർത്തി. ആദ്യത്തെ റോഡ് ക്രോസ് ചെയ്തു. അത് യാതൊന്നും ശ്രദ്ധിച്ചില്ല.
രണ്ടാമത്തതും ക്രോസ് ചെയ്തു. അതുവരെ ഞാൻ പുറകെ പോയി. എനിക്ക് മനസ്സിലായി അതിൻ്റെ ഭാരം നമുക്കറിയാം. ആ കൊച്ചിൻ്റെ അതെന്തൊക്കെയോ ചിന്തിച്ച് കാരണം കുടുംബജീവിതത്തിൽ അത്ര പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു പെങ്കൊച്ചത്. പ്രൈസ് ദി ലോർഡ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഈ ഭാരമാണ്. അത് ഒറ്റയ്ക്ക് ജോലി ചെയ്യുക. പ്രൈസ് ഒരു കുടുംബം നോക്കണം, 3 കുഞ്ഞുങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഒരാൾക്കുള്ള ശമ്പളത്തിൽ ഇവിടെ എങ്ങനെ ജീവിക്കുവാൻ പറ്റും. അപ്പോൾ അല്ലേ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം സംഭവിക്കുന്നു, നമ്മുടെ വിചാരങ്ങളും ഒക്കെ മാറിപ്പോകുന്ന ഒരവസ്ഥ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ ചിന്താകുലങ്ങളെയൊക്കെ ദൈവസന്നിധി സമർപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭാരങ്ങളെ മുഴുവനും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മുടെ ഭാരങ്ങൾ മുഴുവനും യഹോവയുടെ പിന്നിൽ എറിഞ്ഞു കളയുന്നു. പ്രൈസ് ദി ലോർഡ്. അവനെയാണ് ദൈവത്തിന് ആഗ്രഹം, ആവശ്യമുള്ളത്. ഇങ്ങനെയുള്ളവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ പ്രതിസന്ധി. അതുകൂടെ മനസ്സിലാക്കിക്കോണം. നിങ്ങൾ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന് മേൽ എന്തുണ്ടാകും? പ്രതികൂലങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷേ നിങ്ങളെ തകർത്ത് കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. പരീക്ഷകളിൽ കൂടെ അത് സഹിക്കുവാനും ഹല്ലേലൂയ അത് ചെയ്യുവാനുമുള്ള ഹല്ലേലൂയ കൃപ കൂടി ദൈവം എന്ത് ചെയ്യും? ദൈവം തരുവാനിടയാകും. രണ്ടാമത് പ്രൈസ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ലാസറിന്റെ ചരിത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രൈസ് ഹല്ലേലൂയ നമുക്ക് ലാസറിനെ അവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ ഹല്ലേലൂയ സഹോദരിമാർ ആളയച്ച് കർത്താവിനോട് പറഞ്ഞത്, നിനക്ക് പ്രിയനായവൻ. പ്രൈസ് ഹല്ലേലൂയ. നോക്കണമേ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്, ദൈവത്തിന് ഒരുവൻ പ്രിയനായാൽ ഫേവർ ഹല്ലേലൂയ അവൻ എന്ത് ലഭിക്കുന്നു? ഒരു കടാക്ഷം ലഭിക്കും. ദൈവത്തിന് അവൾ പറയുകയാണ്, ഈ സഹോദരിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തുവായിരുന്നു അറിയാമോ? ഈ ബഥന്യ എന്ന് പറയുന്ന സ്ഥലം ഇവരാൽ അറിയപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമെന്നാണ്. അതിൻ്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ബഥാന്യ അല്ലെങ്കിൽ ഈ സഹോദരിമാരുടെ പേരിൽ അറിയപ്പെടുവാനിടയായി തീർന്നു. അത് വായിച്ചോട്ടെ താപ്പോട്ട്. നോക്കണമേ, 11-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. പരിമള തൈലം പൂശി. ഇത് ലാസർ മരിക്കുന്നതിന് മുന്നമേ സംഭവിച്ച കാര്യമാണോ? അല്ല, മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സംഭവിച്ച കാര്യമാണ്. ഈ പരിമള തൈലം കൊണ്ടുപോയിട്ട് യേശുക്രിസ്തുവിൻ്റെ അവസാന നിമിഷത്തിൽ ചെയ്ത കാര്യമാണ്. ഒരു കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ബഥാന്യയെ പറ്റി പറയുമ്പോൾ ഈ തൈലവുമായിട്ട് യേശുവിൻ്റെ പാദപീഠത്തിൽ ചെന്ന് അവളെ തളിക്കുമ്പോൾ, യേശുവിനെ പൂശുന്ന സമയത്ത് അതിന് മുന്നമേ നടന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്, ലാസറിൻ്റെ ഉയർപ്പ്. നോക്കണമേ, പ്രിയനായവൾ ഈ സഹോദരിമാരും യേശുവിന് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം എന്തുവാ? അവരുടെ കഷ്ടതയിൽ, അവരുടെ ഭാരത്തിൽ യഹോവയാകുന്ന ദൈവം അവരോട് ചേർന്ന് കരഞ്ഞ വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. 300 എത്ര അവിടെ എഴുതിയിരിക്കുന്ന എമൗണ്ട് എന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഈ പരിമള തൈലത്തിൻ്റെ വില താപ്പോട്ട് വായിക്കുമ്പോൾ 12-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന് 55-ാമത്തെ വാക്യം ഒന്ന് എടുത്താട്ടെ. 12:5 പരിമള തൈലത്തിൻ്റെ. നോക്കണമേ, അല്ലല്ല, ഈ തളിച്ച ഈ പരിമള തൈലത്തിന്റെ വില പോലും ആര് കണ്ടുപിടിച്ചു? ഇസ്കരിയോത്ത്. 300 വെള്ളിക്കാശ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 20:2. അമേ. ഓരോ വെള്ളിക്കാശ്, ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ്. ഇവിടെ തളിച്ച എണ്ണയുടെ വില എത്ര? അപ്പം എത്ര ദിവസത്തെ പണമെന്ന് നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. അപ്പം ഈ സഹോദരിമാർ സാധാരണക്കാരാണോ? അവർ പാവപ്പെട്ടവരൊന്നുമല്ല. ഒരു മനുഷ്യൻ്റെ ജോലിക്കൂലി എന്ന് പറയുന്നത് 1 വെള്ളിക്കാശാണ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഈ 300 വെള്ളിക്കാശ് എന്ന് പറയുന്നത് 300 ദിവസത്തെ കൂലിയാണ്. അപ്പോൾ എത്ര ദിവസം അവർക്ക് ഉപജീവനം കഴിക്കാൻ കാണും? എൻ്റെ ചിന്തയിൽ ഇവർ വലിയ ധനികരായ സ്ത്രീകളാണ്, ഇല്ലേ?
ആ തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ മേൽ അല്ലെങ്കിൽ ഒഴിക്കുവാനുണ്ടായ അവർ ചെയ്ത വികാരം എന്തുവാ? അവരോടൊപ്പം കരഞ്ഞ ഒരു യേശു ഉദയവനായതുകൊണ്ടാണ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തവനായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഫേവർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് വിലമതിക്കാത്ത ഫേവറാണ്. ദൈവം നമ്മോട് കടാക്ഷം കാണിക്കുമ്പോൾ അതുപോലെ നമ്മളും എന്ത് ചെയ്യണം? തിരിച്ചും ദൈവത്തോടെ കടാക്ഷം കാണിക്കണം. ദൈവത്തോടെ നമ്മളും എന്തോ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ സന്നിധിക്ക് നമ്മളും എന്തോ വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വില കൊടുത്ത രണ്ട് സഹോദരിമാരാണ് ഈ മാർത്തയും മറിയയും എന്ന് പറയുന്നത്. അവിടെ പറയുമ്പോൾ ചരിത്രം എന്തോ പറയുന്നത്, ശിഷ്യന്മാർ മരിച്ച ദിവസമാണ് ഈ സഹോദരിമാർ ആ യേശുവിൻ്റെ അരികിലേക്ക് ആളിനെ പറഞ്ഞു വിടുന്നത്. ആ വചനം മൊത്തം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ദീനമായി കിടക്കുന്നു എന്ന് വാർത്ത പറയുന്ന സമയത്ത് ശിഷ്യന്മാരെ അങ്ങോട്ട് അയക്കുമ്പോൾ തന്നെ ഈ ലാസർ എന്ത് ചെയ്തു? മരിച്ചു. യേശുവിന് അറിയത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. യഹോവയാകുന്ന ദൈവത്തിൻ്റെ പുത്രൻ സകലതും സൃഷ്ടിച്ചവനാകുന്ന ദൈവത്തിന് അറിയാം ലാസർ മരിച്ചുപോയി. അപ്പോൾ ലാസർ മരിച്ചിട്ടും യേശുദേവൻ പറഞ്ഞ വാക്കെന്തുവാ? അവൻ നിദ്ര കൊള്ളുന്നു എന്നാണ്. മരണം എന്ന് പറയുന്ന ഒരു വാക്ക് യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിഘണ്ടുവിൽ ഇല്ലാത്തൊരു കാര്യമാണ്. മരണം ദൈവത്തിനില്ല. തന്നിൽ ജീവിക്കുന്നവർക്ക് മരണമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലും പലതും മരിച്ചു കിടക്കുന്ന അവസ്ഥകളുണ്ട്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ മരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെറും ഒരു ഉറക്കം മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, ലാസർ നിദ്ര കൊള്ളുന്നു. ശിഷ്യന്മാരോട് പറയുകയാണ്, ലാസർ നിദ്ര കൊള്ളുന്നു, നമുക്ക് അങ്ങോട്ട് പോകണം. പക്ഷെ യഹൂദന്മാരുടെ പേടിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് അങ്ങോട്ട് പോകുവാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പൊ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? യഹൂദന്മാർ പിടിച്ച് തല്ലും. പോവാത്ത തല്ലിയോ നല്ലത്. ഉറങ്ങുവാണെങ്കിൽ അദ്ദേഹം അങ്ങ് എഴുന്നേക്കത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. നിദ്ര കൊള്ളുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ, ദീനമായി കിടക്കുന്ന മനുഷ്യൻ ഉറങ്ങുകയാണെങ്കിൽ പൊതുവെ എഴുന്നേക്കും. പക്ഷേ യേശുവിനറിയാം വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തുവെന്നറിയാമോ? വിശ്വാസം നമുക്ക് കണ്ടെങ്കിലേ മനസ്സിലാക്കൂ. ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന് ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കടാക്ഷം പ്രാപിക്കുവാൻ പോകുന്ന ഒരു വ്യക്തി, ആ കുടുംബത്തെ അത്രയും സ്നേഹിക്കുന്ന വ്യക്തി, അതിലൂടെ ജനത്തിന് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് കാണുന്നതിലൂടെയല്ല വിശ്വസിക്കേണ്ടത്, കാണാത്തതിലൂടെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ ഇടയാകണമെന്ന് പറയുന്ന ഒരു വലിയ മെസ്സേജ് യേശുദേവൻ ഇവിടെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പറയുന്നു. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് വാക്കുകളിലുള്ള അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ മാത്രമേ മനുഷ്യന് കാണുവാൻ പറ്റൂ, ഇല്ലയോ? പലപ്പോഴും നമ്മളെങ്ങനെയാ? ദൈവം ഒന്ന് പ്രവർത്തിക്കട്ടെ, ഇല്ലയോ, എന്നിട്ട് വിശ്വസിക്കാം. ദൈവം പ്രവർത്തിക്കട്ടെ ഒന്നുകൂടി. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവവൈതലിനെ സംബന്ധിക്കുന്നത് പറയുന്നത്, ദൈവിക പ്രമാണം എന്ന് പറയുന്നത് ആദ്യം വിശ്വസിക്കുക, പിന്നെ കാണുക. മനുഷ്യനെങ്ങനെ? കാണുക എന്നിട്ട് വിശ്വസിക്കുക. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, ആദ്യമേ വിശ്വസിക്കുക. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ദൈവത്തിന് ഫേവറേറ്റാണ്. ദൈവം എനിക്ക് വേണ്ടി ചില താല്പര്യമുള്ളവനാ എന്നോടുള്ള ബന്ധത്തിൽ. കാരണം ഞാൻ വെളിച്ചം കണ്ടവനാ. ഞാൻ ഈ കൂടാരത്തിൽ വസിക്കുന്നവനാ, യഹോവയുടെ ആലയത്തിൽ വസിക്കുന്നവനാ. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നവനാ. ഞാൻ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവനാ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവസന്നിധിയിൽ നിന്നും എനിക്കൊരു കടാക്ഷം പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ കടാക്ഷം പ്രാപിക്കണമെങ്കിൽ ആദ്യം നമ്മൾക്ക് വേണ്ടുന്നത് എന്തുവാ? വിശ്വാസം. വിശ്വാസം, വിശ്വാസം, വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് വൻ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്യും. ഈ ദിവസങ്ങളിൽ കർത്താവ് ചില വഴികൾ തുറക്കും. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ട് വിശ്വസിക്കുന്നതിനേക്കാൾ വിശ്വസിച്ചിട്ട് നീ കാണുന്നതായി ഏറ്റവും മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം ഈ ആഴ്ചയിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് വിശ്വാസ കണ്ണുകളാൽ ഞങ്ങൾ കണ്ടുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ടത് മഹത്വവും ആരാധനയും എന്ന പകൽക്കാലം ഞങ്ങൾ അർപ്പിക്കുന്നു. നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ വിശ്വാസ കണ്ണാൽ ഞങ്ങൾ കാണുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി അടഞ്ഞ വാതിലുകളെ കർത്താവ് തുറക്കുവാനിടയാകട്ടെ. അടഞ്ഞ വാതിലുകളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തുറക്കുവാനിടയാകട്ടെ. വിശ്വാസ കണ്ണാൽ ഞങ്ങൾ കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഓ കൃപ 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 ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ ദൈവ കൃപ. അടഞ്ഞ വാതിലുകൾ പിശാച് ഞങ്ങളുടെ മുമ്പിൽ ചില വാതിലുകളെ നാളുകളായി അടച്ചു വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് മുഖാമുഖം കാണുവാൻ കഴിയാതെ വണ്ണം, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം ഞങ്ങളുടെ നന്മകളെ അടച്ച പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ആവശ്യമാകുന്ന ദൈവിക കൃപ എന്ന പകൽക്കാലം പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്താൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ അങ്ങയുടെ ഫേവറേറ്റ് ആണ്. ദൈവത്തിന് ഞങ്ങളോട് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവെ ഞങ്ങൾ ജീവിക്കുന്നത്. ആ താല്പര്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ഹല്ലേലൂയ പറയുന്നത് നിദ്ര എന്ന് പറയുന്നത് വെറും ഒരു ഉറക്കമാക്കി മാറ്റുന്നു. ലാസറിനെ വിളിക്കുന്നത്, ലാസറേ നീ പുറത്തു വാ. ഒരു ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ വിളിക്കുന്നത് പോലെ യേശുദേവൻ കല്ലറയുടെ വാതിൽക്കൽ ചെന്നുകൊണ്ട് വിളിക്കുകയാണ്, ലാസറേ നീ പുറത്തു വാ. ഈ ദിവസങ്ങളിൽ കർത്താവ് ചിലത് പുറത്തു കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. മരിച്ചു കിടക്കുന്ന ചിലതിനെ യഹോവയാകുന്ന ദൈവം ഈ ആഴ്ചകളിൽ ദൈവം പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അടച്ചു വെച്ചിരിക്കുന്ന ചിലതിനെ, പ്രൈസ് ദി ലോർഡ്, സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിലതിനെ യഹോവയാകുന്ന ദൈവം പുറത്തു കൊണ്ടുവരും. ഞാൻ എൻ്റെ അനുഭവം കൂടി ഞാനൊന്നുകൂടെ പറയാം ഇതോടുള്ള ബന്ധത്തിൽ. 2017 ഹല്ലേലൂയ, അതുവരെ എനിക്കില്ലാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു അന്ന് ഞങ്ങൾക്ക് സൗദിയിൽ നേരിട്ടത്. എൻ്റെ കമ്പനി പൂട്ടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഈ വിക്കാമയില്ലാതെ നമ്മുടെ ഈ BRP കാർഡ് പോലെ അതില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. വിസ പുതുക്കണം. വിസ പുതുക്കണമെങ്കിൽ എൻ്റെ കമ്പനി അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഗ്രീനിലാവണം. എൻ്റെ കമ്പനി കിടക്കുന്ന റെഡിൽ. എനിക്ക് വിസ പുതുക്കാൻ യാതൊരു സാധ്യതയുമില്ല. കമ്പനി പൂട്ടി. 4-5 പേരെങ്ങാണ്ട് കമ്പനിക്കകത്ത് 5 പേരോ 4 പേരെയോ അവർ മാറ്റി നിർത്തി. അതിലൊരാളാണ് ഞാൻ. ഓപ്പറേഷൻ മാനേജർ, പ്ലാന്റ് മാനേജർ, ഫൈനാൻസ് മാനേജർ, ഞങ്ങൾ 4 പേര്. അതിൽ എനിക്ക് മാത്രം വിസ ഇല്ല, ബാക്കിയുള്ളവർക്കും കാലാവധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഒരു മറുപടിയും ലഭിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനൊരു ദൈവദാസനെ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഒരു ഫയല്, പ്രൈസ് ദി ലോർഡ്, കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഫയല്, പച്ച ചരട് വെച്ച് കെട്ടിയിരിക്കുന്ന ഒരു ഫയൽ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, അതിന് ഓപ്പൺ ആക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സമയത്ത് 1 മാസത്തേക്ക് ഒരു നിയമം അവിടെ കൊണ്ടുവന്നു. റെഡിൽ കിടക്കുന്ന കമ്പനികളെ മുഴുവൻ ഗ്രീനിലാക്കുന്നു. 1 മാസം വിസ പുതുക്കേണ്ടുന്നവർക്ക് പുതുക്കാം. അതിൽ എൻ്റെ വിസ പുതുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഞാനതാ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ ജീവിതാനുഭവത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു വഴി തുറക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ അത് നടക്കത്തില്ലെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സകലതും ഹല്ലേലൂയ ഓപ്പണായി കിടക്കുകയാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന്മേൽ പ്രവർത്തിപ്പാൻ അസാധ്യമായത് ദൈവത്തിനൊന്നുമില്ല. സകലതും പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. നോക്കണമേ, നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രൈസ് ദി ലോർഡ് ലഭിക്കപ്പെടാതെ കിടക്കുന്ന ചില നന്മകൾ, നമ്മുടെ ഹല്ലേലൂയ സിയോസിൻ്റെ വിഷയം അത് അടച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ തുറക്കുവാനിടയാകട്ടെ. ആ ഫയൽ ഓപ്പൺ ചെയ്യുവാനിടയാകട്ടെ. പ്രത്യേകമായി തിരഞ്ഞെടുത്തത് ഓപ്പൺ ചെയ്ത് പ്രൈസ് ദി ലോർഡ് വിസ പുതുക്കുവാനിടയാകട്ടെ. ദേശത്തിലേക്ക് കൊണ്ടുവന്നത് യഹോവയാണെങ്കിൽ, ദേശത്ത് നിലനിർത്തേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അതിനുമേൽ ശത്രു ഹല്ലേലൂയ പദ്ധതി ഒരുക്കുവാൻ ഇടയാകുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അതിന്മേൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മരണമെന്ന് പറയുന്ന ഒരു വാക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലില്ല. മരണം നിദ്രയാണ്. നമുക്കറിയാം, പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചു പോയപ്പോൾ എന്തോ പറഞ്ഞത്? അവൾ ഉറങ്ങിക്കിടക്കുന്നു എന്നാ പറഞ്ഞത്. അവിടെ യഥാർത്ഥത്തിൽ എന്തോ സംഭവിച്ചേക്കുന്നത്? അവൾ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ദൃഷ്ടിയിൽ മരണമെന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലപ്പോഴും കർത്താവേ ഇനി സംഭവിക്കത്തില്ല, ഇനി നടക്കത്തില്ല, അതൊരു മരണത്തിൻ്റെ ഒരവസ്ഥയാണ് അല്ലേ? അടച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചന എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ശാരീരികമാകുന്ന മരണം യഹോവയുടെ സന്നിധിയിൽ വെറുമൊരു നിദ്രയാണ്. പ്രൈസ് ദി ലോർഡ്. ഭൗതികമാകുന്ന മരണം ഹല്ലേലൂയ യഹോവയുടെ സന്നിധിയിൽ അത് വെറും ഉറക്കം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ ദിവസങ്ങളിൽ തുറക്കുവാനിടയാകട്ടെ. സ്തേഫാനോസിന്റെ കാര്യം അപ്പോസ്തലർ പ്രവൃത്തി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസിനെ കണ്ടിട്ട് പറയുകയാണ്, സ്തേഫാനോസ് നിദ്ര കൊള്ളുന്നു എന്ന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സമൂഹം മരിച്ചതിനെ വെറും നിദ്രയാക്കി മാറ്റി അതിനെ ഉണർത്തുന്ന ഒരു ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ശക്തിയുടെ കീഴിലാണ് നമ്മൾ വസിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. സമൂഹം
പ്രൈസ് മരിച്ചതായി പ്രഖ്യാപിക്കുന്നതിനെ ഉണർത്തുന്നതാകുന്ന ഒരു ശക്തി, അതാണ് പരിശുദ്ധാത്മാവ് ശക്തി എന്ന് പറയുന്നത്. പ്രൈസ് ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്മേൽ ചിലത് ഹല്ലേലൂയ ഉണർത്തുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, പ്രൈസ് ഹല്ലേലൂയ, ദൈവവുമായിട്ട് അഭേദ്യമാകുന്ന ഒരു ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഫേവറേറ്റ്, ഒരു കടാക്ഷം നമ്മൾക്ക് ലഭിക്കുന്നു. അതിൽ ലഭിക്കപ്പെട്ട വ്യക്തികളാണ് ഒന്ന് ഇയ്യോബ്, പ്രൈസ് ഹല്ലേലൂയ, ഒന്ന് ലാസർ, സ്തെഫാനോസിന്റെ മകള്, പ്രൈസ് ഹല്ലേലൂയ. അങ്ങനെ പലരും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കടാക്ഷം പ്രാപിക്കുവാൻ കഴിഞ്ഞ വ്യക്തിത്വങ്ങളാണ്. ഇതെങ്ങനെയാണ് പ്രൈസ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ലഭിക്കുന്നത്? രണ്ടാമത്തെ യോഗ്യത, ദൈവത്തിന്റെ കടാക്ഷം നമുക്ക് ലഭിക്കുവാൻ കഴിയണമെങ്കിൽ അത് യാഗങ്ങൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടോ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും പ്രൈസ് ഹല്ലേലൂയ ലഭിക്കത്തില്ല. ദൈവവുമായിട്ടുള്ളൊരു ഫേവറിസം അല്ലെങ്കിൽ ഫേവറേറ്റ്, ദൈവത്തിന്റെ ഫേവറേറ്റ് നമ്മളാകണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയണമെങ്കിൽ പ്രൈസ് ഹല്ലേലൂയ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യവും ആമോസ് 5-ന്റെ-21 മുതലുള്ള വാക്യങ്ങളോടൊന്ന് വായിക്കണം. 1 ശമൂവേൽ 15-22. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് പ്രൈസ് ഹല്ലേലൂയ ഒരു അഭേദ്യമാകാതെ ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ യാഗങ്ങളോ ഒന്നുമല്ല വേണ്ടത്, ദൈവവുമായിട്ടുള്ളൊരു അനുസരണം. ആമേൻ. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ ദൈവവുമായിട്ട് അഭേദ്യമാകുന്ന ഒരു ബന്ധം നമ്മൾക്ക് സ്ഥാപിച്ചെടുക്കുവാൻ കഴിയും. വായിച്ചാട്ടെ, തപ്പോട്ട് വായിച്ചാട്ടെ. ആമേൻ. ആമേൻ. അത് കഴിഞ്ഞ് ആമോസിന്റെ പുസ്തകം എടുത്താൽ 5-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളോട് വായിച്ചു. വെള്ളം പോലെയും. അപ്പോൾ അത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒന്ന്, ദൈവസന്നിധിയിൽ നമ്മൾക്ക് അനുസരണം ഉണ്ടാകണം. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ന്യായവും നീതിയും എന്ന് പറഞ്ഞാൽ എന്തുവാ? അതാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ച ധർമ്മം എന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ളൊരു അഭേദ്യമാകുന്ന ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ ഇടയാകണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഫേവറേറ്റ് നമ്മളാകണമെങ്കിൽ, ദൈവത്തിൻ്റെ കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയണമെങ്കിൽ നമുക്ക് ആദ്യമേ വേണ്ടുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അനുസരണമുള്ളവരാകണം, ദൈവിക കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കുന്നവരാകണം. രണ്ടാമത്, ആമോസിന്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെയുള്ള ധാർമ്മികമാകുന്ന ജീവിതം. പ്രൈസ് ഹല്ലേലൂയ. ഈ ധാർമ്മികമാകുന്ന ജീവിതം ഹല്ലേലൂയ ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ തോന്നുന്ന വിധത്തിൽ ജീവിതം നയിക്കുകയും ദൈവത്തിൻ്റെ ഒരു കടാക്ഷം നമ്മൾക്ക് വേണമെന്ന് പറയുകയും ചെയ്താൽ ലഭിക്കുന്ന കാര്യമല്ല. പ്രൈസ് ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു നീതിയുമില്ല, ഒരു ന്യായവുമില്ല. ഞാൻ നീതിയും നടത്തത്തില്ല, ഞാൻ ന്യായവും നടത്താതെ ദൈവസന്നിധിയിൽ വന്നു നിന്നുകൊണ്ട് കർത്താവേ എനിക്ക് അങ്ങയുടെ കടാക്ഷം വേണമെന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയുമില്ല, തമ്പുരാൻ നൽകത്തില്ല. പ്രൈസ് ഹല്ലേലൂയ. അവരെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പ്രൈസ് മത്സരവും സാഠ്യവുമുള്ള ജനമെന്ന. പ്രൈസ് ഹല്ലേലൂയ. മത്സരിക്കുകയാ. പ്രൈസ് ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 15-22-23 വാക്യങ്ങളിൽ ഈ രണ്ട് പദവും നമുക്ക് കാണുവാൻ പറ്റും. മനുഷ്യന്റെ പരാജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമാകുന്ന ഒരു കാര്യമാണ് എന്തുവാ? മത്സരവും സാഠ്യവും എന്ന് പറയുന്നത്. പ്രൈസ് ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന മത്സരം എന്തുപോലെയാ? ആഭിചാരം പോലെ, അല്ലെങ്കിൽ പാപം നിറഞ്ഞത്. സാഠ്യം തന്നിഷ്ടം, വിഗ്രഹത്തെ ആരാധിക്കുന്നത് പോലെ. യെഹെസ്കേലിന്റെ പുസ്തകം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 2-ന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ.
അവർ മത്സരഗൃഹമല്ലോ. ആമേൻ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. നീയോ മനുഷ്യപുത്ര, ആ. അവരെ പേടിക്കരുത്. ആ. മരക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും കേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവർ മത്സരഗൃഹമല്ലോ. ആമേൻ. നീ അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയുമരുത്. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാമത്സരികളല്ലോ. ആമേൻ. നീയോ മനുഷ്യപുത്ര, നീയോ മനുഷ്യപുത്ര, ഞാൻ നിന്നോട് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്ക. നീ ആ മത്സരഗൃഹം പോലെ ആമേൻ. മത്സരക്കാരനായിരിക്കരുത്. മത്സരക്കാരനായിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു കുടുംബത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ കടാക്ഷം നമ്മൾക്ക് പ്രാപിക്കുവാൻ ഇടയാകണമെങ്കിൽ നമ്മൾ ഓർപ്പിച്ചു അല്ലെങ്കിൽ അനുസരണവും ധാർമ്മിക ജീവിതവും. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ യാതൊരുവിധ കടാക്ഷവും നമ്മൾക്ക് പ്രാപിക്കുവാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ധാർമ്മികമാകുന്ന ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, അധാർമികമാകുന്ന ജീവിതം നയിക്കുന്നവൻ അവന്റെ